ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മുടെ വർക്കിംഗ് ഓഫ് മൊബൈൽ ഐ പി ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഐ പിയുടെ അവിടെ 2 അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. ഹോം ഏജൻറ്റിലുള്ള അഡ്രസ്സിനെ പറയുന്നതാണ് ഹോം അഡ്രസ്സ്. ഓക്കെ, അതൊരു പെർമനൻറ്റ് അഡ്രസ്സ് ആയിരിക്കും. വേറെ കെയർ ഓഫ് അഡ്രസ്സ് എന്ന് പറയുന്നതിനെയാണ് COA എന്ന് പറയുന്നത്. അതായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന അഡ്രസ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ റിമോട്ട് ഹോസ്റ്റ് വി നീഡ് 3 phases. നമുക്കൊരു ഡെസ്റ്റിനേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 phases വേണമെന്നാണ് പറയണത്. ഫസ്റ്റ് വൺ ഈസ് ഏജൻറ്റ് ഡിസ്കവറി, സെക്കൻഡ് ഈസ് രജിസ്ട്രേഷൻ, തേർഡ് വൺ ഈസ് ഡേറ്റ ട്രാൻസ്ഫർ. സോ ഏജൻറ്റ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഹോം ഏജൻറ്റും അതേപോലെ കറക്റ്റായിട്ടുള്ള ഫോറിൻ ഏജൻറ്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് ഏജൻറ്റ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഓക്കെ, ഏജൻറ്റ് ഡിസ്കവറിയിൽ തന്നെ 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഏജൻറ്റ് സൊലിസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FA ആൻഡ് HA അഡ്വർടൈസ് ദർ പ്രസൻസ് പീരിയോഡിക്കലി ത്രൂ മെസ്സേജ്. ദാറ്റ് മീൻസ് ഹോം ഏജൻറ്റ് ഹോം ഏജൻറ്റിൻ്റെ പ്രസൻസും ഫോറിൻ ഏജൻസിൻ്റെ പ്രസൻസും എന്ത് ചെയ്യും, പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ദി ഇൻ്റർനെറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് സൊളിസിറ്റേഷൻ എന്ന് പറയുന്നത് ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റിനെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇഫ് സപ്പോസ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് COA അഡ്രസ്സ് നമുക്ക് ഹോം ഏജൻറ്റിൽ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈലിനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി ആ ഒരു പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് അവിടെ ഇൻ്റർനെറ്റിലോട്ട് കണ്ടിന്യൂസ്ലി ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏജൻറ്റ് സൊളിസിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈലിനോട് ചിലപ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മേ ബി അവിടെ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും ഒരു കൊളീഷൻ വരാനുള്ളൊരു ചാൻസും കൂടി അവിടെ നടക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഏജൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹോം ഏജൻറ്റ് കിട്ടി, അതിന് ഫോറിൻ ഏജൻറ്റും കിട്ടി, ഫോറിൻ ഏജൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള COA അഡ്രസ്സും കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കറസ്പോണ്ടിങ് മൊബൈൽ നോഡിനെ ഹോം ഏജൻറ്റുമായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഏജൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഏജൻറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി അവരെന്ത് ചെയ്യും, ഹോം ഏജൻറ്റും ഫോറിൻ ഏജൻറ്റും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.